ജോസേട്ടാ എന്തോ പറയും? മുരളിയാ, ആളെ കാണാനില്ല ഇപ്പോ. ഞാൻ വരുന്നുണ്ട്. ജോസേട്ടൻ കാണില്ല, സ്റ്റാഫായിരിക്കും. ആ പിന്നെ എന്തൊക്കെയാ മുരളി വിശേഷം? നാട്ടിലൊക്കെ സുഖം തന്നെയല്ലേ? ഓ അങ്ങനെയൊക്കെ പോകുന്നു ജോസേട്ടാ. നാളെ നാട്ടിൽ പോവാ. ആഹാ, എപ്പോഴാ ഫ്ലൈറ്റ്? നാളെ രാത്രി. ഐ, നല്ല ടൈമിലുള്ള ബൈ പോണ. നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയേക്കല്ലേ? ആ മുരളിക്ക് എന്താ വേണ്ടേ? ഒരു പാക്കറ്റ് കുബൂസ്. എത്രയായി? 100 ഫിൽസ്. അല്ല, ചങ്ങാതികൾ മെസ്സിലേക്ക് സാധനമായിട്ട് പോയല്ലോ, പിന്നെ എന്താ ഈ കുബൂസ്? ഓ ഇന്നാ തെറിച്ചേക്കൻ്റെ കുക്കിങ്ങാ അലോഷിയുടെ. ഒരു വൃത്തിയില്ല, വെടുപ്പില്ല. ആ വേറെ കുറേ എണ്ണ ഉണ്ട് അവിടെ, അതതിന് അപ്പുറമാണേ. എനിക്ക് ഉമ്മാരൊന്നും പിടിക്കത്തില്ല. ചില നേരത്തെ ഉമ്മാരെന്നെ ഭരിക്കാൻ വരുമെന്നേ. ഞാൻ നാട്ടിൽ നല്ല പാരമ്പര്യമുള്ള തറവാട്ടില്ല. അല്ല മുരളി ഭായി, എന്നാ പിന്നെ ബാക്കി വേറെ റൂമിലേക്ക് അങ്ങോട്ട് മാറിക്കൂടെ? ഓ അതൊന്നും നടക്കില്ലെന്നേ. നാട്ടിലിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടില്ല. അതുമല്ല ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് വേറെ റൂമൊന്നും കിട്ടില്ല. എന്നാൽ ശരി ജോസേട്ടാ, കാണാം. കോതം വെള്ളത്തിലായാലും എന്താട്ടാ പണിയെടുക്കറേ. പെണ്ണെ തുമ്പപ്പൂവേ നിന്നെ കണ്ടേ ഉള്ളിൽ കൊണ്ടേ മെലകിന പാടം പൂത്തുവിരിഞ്ഞേ. പെണ്ണെ തുമ്പപ്പൂവേ നിന്നെ കണ്ടേ ഉള്ളിൽ കൊണ്ടേ മെലകിന പാടം പൂത്തുവിരിഞ്ഞേ. കാലം മാഞ്ഞു ദൂരെ കഥ മാറി കടലേറി കാഴ്ച മാഞ്ഞു പോയേ കണ്ണിൽ കാരമുള്ളു തറഞ്ഞേ. പെണ്ണെ തുമ്പപ്പൂവേ നിന്നെ കണ്ടേ ഉള്ളിൽ കൊണ്ടേ ഇലകിന പാടം പൂത്തുവിരിഞ്ഞേ. പോയെ പറയാതെ ചുണ്ടിൽ ബീഡി കരഞ്ഞേ. പോയെ പറയാതെ കള്ളു ഷാപ്പും കരഞ്ഞേ. എന്താ പെണ്ണെ തുമ്പപ്പൂവേ നിന്നെ കണ്ടേ ഉള്ളിൽ കൊണ്ടേ മെലകിന പാടം പൂത്തുവിരിഞ്ഞേ. മക്കളെ ഇച്ചയാരും മിണ്ടായിരിക്കോ? ഇക്കയ്ക്ക് നിസ്കരിക്കാൻ നേരായിട്ടാ. ആയിക്കോട്ടെ, ഇക്ക നിസ്കരിക്കുക. ഞാൻ അപ്പോഴത്തേക്കൊന്ന് വിളക്ക് കത്തിച്ചിട്ട് വരാം. എന്നാൽ പിന്നെ ഞാനൊന്ന് ചാറ്റട്ടെ. മുല്ലപ്പെരിയാറൊന്ന് പൊട്ടിക്കാൻ പറ്റിയാലോ? എന്നാ നിങ്ങളങ്ങോട്ട് തുടങ്ങിക്കോളി മക്കളെ. അപ്പൊ അടുത്തത് പോരട്ടെ. എൻ്റെ പൊന്നി ചങ്ങാതി, ആളെ പേടിപ്പിക്കല്ലേ. എടാ വീനെ, അടുത്തത് ഞാനും കൂടി വന്നിട്ട് പാടിയാൽ മതി കേട്ടാ. എൻ്റെ പൊന്നളിയാ, വിശന്നിട്ട് പള്ള കായുന്നു. പെട്ടെന്ന് കറി ഉണ്ടാക്കാം ഫ്രീക്ക. എനിക്കറിയാട്ടോ, നിങ്ങളെല്ലാം കൂടെ എന്നെ പറ്റിച്ചാണ്. ഹായ്, എന്താ ലക്ഷ്യം അങ്ങനെ പറയണേ? അന്നെ പറ്റിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാന്ന്? കക്കൂസ് ക്ലീനിങ്ങും കുക്കിങ്ങും എങ്ങനെയാണോ എനിക്ക് ഒരുമിച്ച് വന്നത്? നിങ്ങൾക്കൊക്കെ മാറി മാറി വരാറുള്ളല്ലോ. അല്ല അളിയാ, അതിപ്പോ 100 വർഷത്തിലൊരിക്കൽ ശുക്രനും ഭൂമി ഒന്നിച്ചു വരില്ലേ? അതുപോലെ ഒരു പ്രതിഭാസമാണെന്ന് കരുതിയാ മതി. ദേ, ഇന്ന് ചിക്കൻ കറി വേണോ മുട്ടക്കറി വേണോ? നീ ഇതുവരെ അപ്പൊ കറിയൊന്നും വെച്ചില്ലേ? വെച്ചല്ല, പ്രവാസക്കൂട്ട് റെഡിയാണ്. പ്രവാസി കൂട്ടോ? അതെന്തോന്നടേ? ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി വഴറ്റി മല്ലിപ്പൊടി മുളകും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ചിക്കൻ കറി, മുട്ടയിട്ട മുട്ടക്കറി. എൻ്റെ പൊന്നലോഷി, സമ്മതിക്കണം. നീ എന്തേലും എടുത്തിട്, ആകെ ഒരു അപേക്ഷയുള്ളൂ. കറി വെച്ചിട്ട് കക്കൂസ് കഴിയാൻ പോവാം പ്ലീസ്. ഓണം മാറി.
ഈ എന്താ മുരളി ഇങ്ങനെ? ഛേ, ഓൻ ചെക്കനല്ലേന്ന്. ആനക്കിതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോരെ? കണ്ടില്ലേ, ഇന്നും കുബൂസ് വാങ്ങി വന്നിരിക്കണ്. ഓൻ ഇതൊക്കെ വിഷമാകൂലെന്ന്. എന്നാ നിങ്ങൾ പിടിച്ച് മടിയിലോട്ട് എത്തിക്കോ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്ന ചെങ്ങന്നൂരിൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് താങ്കൾ പറഞ്ഞത് എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? എന്താ മുരളിയേട്ടാ, എന്താ പറ്റി? കണ്ടില്ലേ ചെങ്ങന്നൂരിലെ കാര്യം മോശമാണ്. മൊത്തം മുങ്ങിയിരിക്കുക. എൻ്റെ ഭാര്യ മോളെ കുറിച്ച് ഇവിടെ ഇരിക്കും മുരളിയേട്ടാ. വീട്ടിലോട്ട് വിളിച്ചു നോക്കിയില്ലേ? രാവിലെ പോലെ വിളിക്കുക, കിട്ടുന്നില്ല. അടുത്തുള്ളവരെയും കിട്ടുന്നില്ല. ഞാൻ കരുതി ബാറ്ററി ചാർജ് എത്തുന്നുണ്ട്, ഓഫാക്കിയതാണ്. ഇതുവരെ കിട്ടിയില്ല. എനിക്കെന്തോ പേടിക്കാതെ മുരളിയേട്ടാ, എന്തായാലും നിങ്ങൾ നാളെ നാട്ടിൽ പോകുമല്ലോ. നാളെ നാട്ടിൽ പോകുമ്പോൾ എനിക്കെൻ്റെ മോളെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? ഈ കരയാതെ എന്തോ പറ്റി? മുള്ളിച്ചേട്ടൻ്റെ വീട് പാണ്ടാട്ടല്ലേ? അവിടെ മൊത്തം മുങ്ങിയിരിക്കുക. പുള്ളിയുടെ ഭാര്യ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പാണ്ടനാട്ടം എവിടെ വീട്? അറിയില്ല എവിടാന്ന്. കുരിശുപള്ളിക്ക് കിഴക്കെന്നാ പറഞ്ഞത്. ആണോ? എടാ നവീനെ, നീ ആ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്ന് പോസ്റ്റ് ചെയ്യ്. ഡാ, നീ ആ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് വിളിക്ക്. ഇക്ക, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്ക്. പ്രദേശം പരിചയമില്ല. വെള്ളത്തിനടിയിൽ വള്ളം മറിക്കാൻ പാകത്തിൽ കെട്ടിടങ്ങളോ മരങ്ങളോ ഉണ്ടോ എന്നറിയില്ല. ഇതൊന്നും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന് തടയായില്ല. ദുരിത നിവാരണ സേനയോ നാവികസേനയോ എത്തുന്നതിന് മുൻപ് രക്ഷിച്ചത് 10,000-ങ്ങളെ. ഹലോ അപ്പാ, നാളെ എനിക്ക് അവരെ ശേ, എന്തായിരുന്നു മുരളി? ബേജാറാകാണ്ടിരിക്കെ, പടച്ചം കാത്തോളൂ വരെ. എനിക്കിത്തിരി വെള്ളം താ. എന്തൊക്കെ ഇപ്പൊ ചെയ്യാ? പടച്ചോനെ കാത്തോളനെ. ഏതോ വഴിയമ്പലങ്ങളിൽ അലയും ഭിക്ഷാദേഹികൾ പറയാവതല്ല പ്രിയരേ, പതറുന്ന ചുണ്ടിലും പ്രവാസം. ഏതോ വഴിയമ്പലങ്ങളിൽ. മുരളിച്ചേട്ടാ എന്താടാ? ചേട്ടനാ ഫോൺ. ഹലോ മോളെ, മോളെ എവിടെ വിട്ടാ നീ? എന്താ അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല? വീട് മുഴുവൻ വെള്ളം കയറി, കഴുത്ത് വരെ വെള്ളം, ഫ്രിഡ്ജ് TV എല്ലാം പോയച്ചോ. മാമന്മാരെ രക്ഷപ്പെടുത്തിയത്. മോളിപ്പോ എവിടെ? അച്ഛൻ ഉടനെ വരാൻ കേട്ടോ. അമ്മ എവിടെയാ? സാറേ, അലോഷിയുടെ അപ്പനാണ്. ഞാനും നമ്മുടെ പിള്ളേരും ഇവിടെ രക്ഷപ്പെടുത്തലാണ് കേട്ടാ. അപ്പോഴാണ് എന്റെ പൊന്നുമാൻ എന്നെ വിളിക്കുന്നത്. അവൻ പറഞ്ഞ് നിങ്ങൾ അവന്റെ ചേട്ടനെ പോലെയാണെന്ന്, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന്. അവൻ പറഞ്ഞ നമുക്ക് വേറെ വാക്കില്ല കേട്ടാ. സാറ് പേടിച്ചാതിരിക്കും. എന്റെ ഭാര്യ അവള്? നിങ്ങൾ പേടിക്കണ്ട, രണ്ടാൾ ഇവിടെ തന്നെ ഉണ്ട്. നന്ദി, മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നമുക്ക് നന്ദിയൊന്നും വേണ്ട, സ്നേഹം മാത്രം മതി. നമ്മുടെ പയ്യനെ നോക്കിക്കോണം കേട്ടാ. അമ്മയില്ലാതെ തുറന്ന കുഞ്ഞാണേ. അപ്പൊ ശരി സാറേ. നന്നായി മോനെ. ഇപ്പൊ സമാധാനായില്ലേ മുരളിയേട്ടാ? നിങ്ങൾ എന്തെങ്കിലും പോയി കഴിക്കും, നാളെ യാത്ര ചെയ്യാനുള്ളതല്ലേ. പോയൊന്ന് കുളിച്ചിട്ട് വാ.
ഇന്ന് മുട്ടയില്ല ചിക്കനും ഇല്ല, ആകെ ഉള്ളത് ഉള്ളി മാത്രം. വേണേ കഴിച്ചാൽ കഴിക്കാം, വേറെന്ത് ചെയ്യാനാ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതും പോരാ. ആളാലോചിയുടെ കുക്കിംഗ് അല്ലല്ലോ, രക്ഷപ്പെട്ടു. പുറമേ പൊരിയുന്ന സൂര്യനും അകമേയാതുന്ന ദുഃഖവും പുഴ പോൽ നിറയുന്നു കണ്ണുകൾ ഉരുൾ പൊട്ടി വീണ നെഞ്ചകം. പോട്ടെ ലോഷി. പോയിട്ട് വരാമെന്ന് പറ മുരളിയേട്ടാ. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ സമയമുള്ളപ്പോൾ എൻ്റെ അപ്പനൊന്ന് പോയി കാണണം. സന്തോഷമുണ്ടെന്ന് പറയണം. ഒന്നും കൊടുക്കണ്ട, നന്ദി പോലും പറയണ്ട. എനിക്കിവിടെ സുഖമാണെന്ന് പറയണം. മുരളിയേട്ടാ, നിങ്ങളോടൊന്നും കഴിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊന്നും വേണ്ടേക്കാ. ഇത് അനക്കല്ല, ഇത് ആവശ്യമുള്ളവർ നാട്ടിൽ ഒരുപാട് പേരുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടത് അവർക്ക് കൊടുക്കണം നീ. ആ ബദർക്ക, ദേ ഇവിടെ മഴ. പകയാ, അത് ജോസ് ചെടിക്ക് വെള്ളം നനക്കതാ. ഓനിപ്പോ രാത്രിയിലാണ് നേരം. നീ പോയി ഇന്നത്തേക്കുള്ള ഉള്ളി അരിഞ്ഞു വെക്ക്. ഇന്ന് ഞാനാണ് കുക്കിങ്. പകയാ, എന്നെ ഒന്ന് സഹായിക്കടാ. ഓരോ മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥയെ അല്ലേക്ക. പടച്ചോൻ ചിലർക്ക് ചില വിഷമങ്ങൾ നൽകുന്നത് മറ്റു ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ മോനെ. ഇപ്പൊ കേരളത്തിലെ സ്ഥിതി കണ്ടില്ല നീ? എന്തായിരുന്നു? വെട്ടിക്കൊല, കുത്തിക്കൊല, ദുരഭിമാനക്കൊല, ബലാത്സംഗം, വർഗീയത, പോയില്ലേ എല്ലാം? എല്ലാവരും ഒന്നായില്ലേ? അതാണ് പടച്ചു തമ്പുരാന്റെ നീതി. ശരിയേക്ക, നമ്മുടെ ഫ്ലാറ്റും കേരളം പോലെ അല്ലേ? പ്രളയം കൊണ്ട് മുരളിയായിട്ട് നേരായില്ലേ? അത് തന്നെ. അല്ലേക്ക, അയാളിനി പോയിട്ട് വരുമ്പോ പഴയതുപോലെ ആവൂ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലാന്നേ. കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കും, എല്ലാം അങ്ങ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ. അത് നമ്മുടെ മുഖ്യം പറഞ്ഞല്ലേ? അത് തന്നെ. പടച്ചോനെ, എനിക്ക് നിസ്കരിക്കാൻ നേരായിട്ടാ. ഈ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പോ വരാം. മുരളിയേട്ടൻ ആകെ മാറിയിരിക്കുന്നു. ഇനി ഒരിക്കലും അയാൾ പഴയതുപോലെ ആവില്ല. ജീവിതം കൊണ്ട് പഠിച്ച മനുഷ്യർ അങ്ങനെയൊക്കെയാണ്. കാലം മാഞ്ഞു ദൂരെ, കഥ മാറി കടലേറി, കാഴ്ച മാഞ്ഞു പോയേ, കണ്ണിൽ കാരമുള്ളു തറഞ്ഞേ. പെണ്ണെ തുമ്പപ്പൂവേ, നിന്നെ കണ്ടേ ഉള്ളിൽ കൊണ്ടേ, മേലേക്കിന പാടം പൂത്തുവിരിഞ്ഞേ. പോയേ പറയാതെ ചുണ്ടിൽ ബീഡി കരഞ്ഞേ, പോയേ പറയാതെ കള്ളു ഷാപ്പും കരഞ്ഞേ. പെണ്ണെ തുമ്പപ്പൂവേ, നിന്നെ കണ്ടേ ഉള്ളിൽ കൊണ്ടേ, മേലേക്കിന പാടം